അംഗനവാടിയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം മുട്ട നൽകിയ ശേഷം ഉടൻ തന്നെ തിരിച്ചെടുത്ത് ജീവനക്കാർ. ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ നിങ്ങളെ ആദ്യം ഞാൻ കാണിക്കാം. കഴിക്കാൻ പോണേക്ക് മുമ്പ് കറക്റ്റായിട്ട് സ്ത്രീ എടുക്കണം. പ്ലേറ്റുകളിൽ നിന്നൊക്കെ പോയി. കർണാടകയിലെ കോപ്പൽ ജില്ലയിലെ ഗുണ്ടൂർ ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മുട്ട കൊടുത്തതിന്റെ വീഡിയോ എടുത്ത് അതിൻ്റെ ഒപ്പം ഒരു പ്രാർത്ഥനയും കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ മുട്ട പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നത്. ആ ഒരു സഹായി ആ മുട്ട ആ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം ഈ കേരളത്തിൽ ജനിച്ചതിൽ ശരിക്കും നമ്മൾ സന്തോഷിക്കണം. ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം ലഭിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും പോഷക സമൃദ്ധമായ ഭക്ഷണം അംഗനവാടികൾ വഴിയൊക്കെ ലഭിക്കുന്നു. അംഗനവാടികൾ മാത്രമല്ല, മുതിർന്നവർക്കും ഇതുപോലെ മുട്ടയും പാലും ഒക്കെ കൊടുക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. എന്തിനു പറയുന്നു, ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാകാൻ ഒരു പരിധിവരെ നമ്മുടെ ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ജനിച്ചത് അഭിമാനമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. ആ ഒരു അംഗനവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്ലേറ്റിൽ മുട്ട നൽകിക്കൊണ്ട് അതൊന്ന് രുചിച്ചു നോക്കാൻ പോലും സമയം നൽകാതെ അതെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇതൊന്നും കാണുന്നില്ലയാവോ? ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അവിടുത്തെ അധ്യാപികയെയും സഹായിയെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്. അംഗനവാടിയിൽ കുട്ടികൾക്ക് കഴിക്കാനായി ഗവൺമെന്റ് നൽകുന്ന മുട്ടകളാണ് ഇവർ ഇങ്ങനെ എടുത്തു മാറ്റി വെക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന സ്ത്രീകൾക്ക് കുട്ടികളിലെ എന്നാണ് എൻ്റെ ഒരു സംശയം. എങ്ങനെയാണ് വിളമ്പിയ ഭക്ഷണം തിരിച്ചെടുക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ടായത്? അതും കൊച്ചു കുട്ടികളുടെ മുമ്പിലാണ് ഇതൊക്കെ വിളമ്പി വെച്ചതെന്ന് ഓർക്കണം. അവരുടെ മുമ്പിൽ വെച്ച ഒരു ഭക്ഷണം അതെടുത്ത് അവർ മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റുകൾ തീർച്ചയായും ഇത് അന്വേഷിക്കുക തന്നെ വേണം. ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുകയും വേണം.